ഞാനിവിടെ വീഡിയോ ചെയ്യുമ്പം പലരും എൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ്, ഭയങ്കര ജെന്യൂൻ ആയിട്ടാണ് ഇയാൾ പറയണേ. അപ്പം തന്നെ എനിക്ക് വരുന്നൊരു ഫീലിംഗ് എന്താ പറയുമോ, ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പലരും ഫേക്കാണ് എന്നൊരു ധ്വനി ഈ എൻ്റെ ജെന്യൂനിറ്റി എടുത്ത് കാണിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരാറുണ്ട്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ കുറച്ചധികം ഫേക്കാണോ? അല്ലേ? ആണല്ലേ? നമുക്കൊന്ന് നോക്കാം. സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ ശരിക്കും എന്താ, നമ്മുടെ ലൈഫിൻ്റെ ഒരു ചെറിയൊരു ക്യൂറേറ്റഡ് വേർഷനാണ്, അല്ലേ? റിയാലിറ്റി അല്ല. പലപ്പോഴും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് കോണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ റീച്ച് കിട്ടാനോ അല്ലെങ്കിൽ ലൈക്സ് കിട്ടാൻ, വ്യൂസ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യണത്, അല്ലേ? നമുക്ക് മാത്രം കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ പോരെ, നമ്മൾ ഫോണിൽ വീഡിയോസ് എടുത്ത് കാണില്ല, അതുപോലെ ബാക്കിയുള്ളവർ കാണാൻ വേണ്ടിയിട്ടും എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അവർ ഇഷ്ടപ്പെടാനൊക്കെ വേണ്ടിയിട്ടാണ് കോണ്ടന്റ് ഉണ്ടാക്കട്ടെ, അല്ലാതെ അവരുടെ ജെന്യൂനിറ്റി ലോകത്തെ കാണിക്കാനോ ഓതൻറ്റിസിറ്റി കാണിക്കാനോ വേണ്ടിയിട്ടല്ല. ഈ ഓഡിയൻസിന് അറിയാം എന്ത് കാര്യം, ഈ റീൽസോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ സ്പോൺസേഡ് വീഡിയോസ് ആവാം, അല്ലെങ്കിൽ സ്റ്റേജ്ഡ് കോണ്ടന്റ് ആവാം, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഫിൽറ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ കാണിക്കുക. അവരുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഫ്ലോലെസ് ആയിട്ടിരിക്കും, എന്നിട്ട് അവർ പറയും ഞാൻ ഈ ക്രീമാണ് ഉപയോഗിക്കുന്നതെന്ന്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് ഈ ഇൻഫ്ലുവൻസേഴ്സിന് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനുള്ള ട്രസ്റ്റ് കുറയും. പലപ്പോഴും നമ്മൾ റെഡിറ്റ് എന്ന് പറഞ്ഞ ഫോറോ ഒക്കെ എടുത്ത് നോക്കിയാൽ ആൾക്കാർ ഇതിനെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്ന കാണാം. അവരുടെ ലൈഫ് പെർഫെക്റ്റ് ആയിട്ട് അവർ കാണിക്കുകയാണ്, ശരിക്കും അവരുടെ ജീവിതം ഇങ്ങനെയൊന്നും അല്ല, ചിലർ AI വെച്ചിട്ട് എഡിറ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള എൻഗേജ്മെന്റ് കാണിക്കണാണ് എന്ന് വെച്ചാൽ ജനറലി ആൾക്കാരോട് ചോദിച്ചാൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സോ ഇൻഫ്ലുവൻസേഴ്സോ അവരൊക്കെ ഫേക്ക് അല്ലേ, അവരൊക്കെ ഭയങ്കര ടോക്സിക് അല്ലേ. അപ്പം അങ്ങനെ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനോടൊക്കെ ഒരു പ്രത്യേക തരം അകൽച്ച, അടുപ്പെന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു അകൽച്ച ആൾക്കാർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അമേരിക്കയിൽ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്, ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ വായിച്ചത് ഏകദേശം 3% ഓഫ് ദ കോണ്ടന്റ് ടോക്സിക് ആയിരുന്നു. പക്ഷെ ആൾക്കാർ പറഞ്ഞത് ഏകദേശം 38 to 40% ടോക്സിക് ആണെന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ് ഉണ്ടാവും, അവർ കുറച്ച് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ ജനങ്ങൾ വിചാരിക്കണേ ക്ലോസ് ടു ഹാഫ് പോക്കാണെന്നാണ്. അപ്പോൾ ഇതൊരു ജനറലൈസേഷൻ വരികയാണ്, എല്ലാവരും ഇങ്ങനെയാണെന്ന്, അല്ലേ? പിന്നെ ഫേക്ക് എന്താണ്, റിയൽ എന്താണ് എന്നൊക്കെയുള്ളത് പലപ്പോഴും അത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിയാലിറ്റി അല്ല. നമ്മൾ ഒരു നാടകം കാണാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ പോകുമ്പോഴോ നമ്മൾ ഒരാളുടെ ജീവിതം അല്ലല്ലോ കാണാൻ പോണത്, ഒരു കഥയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേജ്ഡ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ പലപ്പോഴും പെർഫോമൻസ് ആണ്. അതിൽ തന്നെ കുറച്ച് ഗ്ലിറ്റർ, കുറച്ച് കാണാനും എൻഗേജ് ചെയ്യാനൊക്കെ രസമുള്ള കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ എഡിറ്റിങ്ങിലോ അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിങ്ങിലോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യത്തിലൊക്കെ അവർ ആഡ് ചെയ്യും. അതെന്തിനാണ്, നമുക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിലേ നമ്മൾ കണ്ടിരിക്കുള്ളൂ, അല്ലേ, വ്യൂവേഴ്സ്. അപ്പോൾ അത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓഡിയൻസിനെ റിറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യും. ഇതിൻ്റെ അർത്ഥം ഒരാൾ ഫേക്ക് ആണെന്നല്ല. അതിൻ്റെ അർത്ഥം എന്താ, ഇതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, അവർ അവരുടെ നല്ല ഏറ്റവും പ്രസൻറ്റബിൾ ആയിട്ടുള്ളൊരു വേർഷനാണ് പുറമെ കാണിക്കുന്നതെന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ പബ്ലിക് ഫിഗേഴ്സ്, ആര്, മോഹൻലാൽ, മമ്മൂട്ടി, അങ്ങനത്തെ ആൾക്കാരൊക്കെ എല്ലാവരും നല്ല രീതിയിൽ അപ്പിയർ ചെയ്യുന്നതും, അല്ല അവരുടെ അപ്പിയറൻസ് നന്നായിരിക്കും, അവരുടെ വാക്കുകൾ ഒക്കെ നല്ല വൃത്തിക്ക് പ്രസൻറ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ ഇവർ ശരിക്കും ഇങ്ങനെയൊന്നല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ അത് പറയുന്ന ആളോട് തനിക്ക് എന്തോടോ, പിന്നെ അയാളോട് വന്നിട്ട് എന്താ വേണ്ടത് എന്ന് ചോദിക്കില്ലേ? ഇപ്പോൾ മോഹൻലാൽ, മമ്മൂട്ടിക്ക് പോരെ, നമ്മൾ പോലും ഒരു കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ നല്ല പ്രസൻറ്റബിൾ ആയിട്ടല്ലേ പോവാം. ഇപ്പോൾ വീട്ടിൽ അന്ന് ഭർത്താവുമായിട്ട് അല്ലെങ്കിൽ ഭാര്യയായിട്ട് നല്ല തർക്കമായിരുന്നു ചോദിച്ചോ, എന്നാലും അന്ന് കല്യാണമാണ്, അപ്പോൾ പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ആ പോണൻ്റെ ഇടയിൽ ആ ആൾക്കാരുടെ ഇടയിൽ നമ്മൾ പറയുമോ, ഇയാളുണ്ടല്ലോ എന്ന് കാണിച്ചെന്താണെന്ന് അറിയാം, എനിക്ക് അയാളോട് എത്ര ദേഷ്യം വേണ്ടിയിട്ടെന്ന് അറിയോ, അങ്ങനെ പറഞ്ഞിട്ടാണ് നടക്കുക? അതോ വാ ചേട്ടാ വൈകുന്നേരം കാണിച്ചു തരാട്ടോ എന്നാണോ പറയുക? അപ്പം നമ്മളൊക്കെ പ്രസൻറ്റബിൾ ആവാൻ ശ്രമിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ഇടുന്ന ആൾക്കാർ അവരുടെ ലൈഫിൻ്റെ ഒരു കഷ്ണം കാണിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണയാണ് നമുക്ക്. അവർ ഏറ്റവും പ്രസൻറ്റബിളും എൻഗേജിങ് ആയിട്ടുള്ളൊരു പോർഷൻ കാണിക്കുന്നു. ചിലപ്പോൾ സ്റ്റേജ്ഡ് ആവാം, ചിലപ്പം ഒരു നോർമൽ ഒരു സംഭവം ആവാം. ഞാൻ പറയുന്നത് എല്ലാ കോണ്ടന്റും സ്റ്റേജ്ഡ് ആവണം എന്നില്ല കേട്ടോ. പക്ഷേ നമ്മൾ റോ ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അപ്പീലിംഗ് ആവില്ല, ഇൻട്രസ്റ്റിംഗ് ആവില്ല ഓഡിയൻസിന്. അപ്പോൾ ചിലപ്പോൾ സ്റ്റേജ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാം. പക്ഷെ അത് അവർ ഫേക്ക് ആണെന്ന് നമ്മൾ പറയുമ്പം നമുക്ക് ഈ മൊത്തം സെറ്റപ്പില്ലേ, സോഷ്യൽ മീഡിയ എന്നുള്ള സെറ്റപ്പിൽ നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഈ തെറ്റിദ്ധാരണ വരുന്നത്. പിന്നെ ചില ആൾക്കാർ ഈ സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്ത് കണ്ടിട്ടുള്ളത്, ഇപ്പോൾ ഞാൻ അങ്ങനെ അധികം ആൾക്കാരുടെ ഇങ്ങനെ ഈ സാധാരണ സെലിബ്രിറ്റീസിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന വീഡിയോസ് ഞാൻ അധികം കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ചിലപ്പോൾ എൻ്റെ അറിവ് ഇതിൽ കുറവായിരിക്കും. പക്ഷെ ഞാൻ പേളി മണീനൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതിൽ കൂടുതൽ ഞാൻ പറഞ്ഞു കണ്ടേക്കണേ അവർ ഫേക്കാണ്, അങ്ങനെയാണെന്നാണ്. ഞാൻ പേളി മണിയുടെ ഇൻ്റർവ്യൂസൊക്കെ കാണാറുണ്ട്, എല്ലാം കാണാറുണ്ടെന്ന് വെച്ചില്ല.
എനിക്ക് സമയമുള്ളപ്പോഴും, കാരണം എനിക്ക് മോനുണ്ട്, പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു ഓൺലൈൻ ഇംഗ്ലീഷ് കോഴ്സ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ തിരക്കിനിടയിൽ എന്തെങ്കിലും ഒരു സന്തോഷം, ചിരിയൊക്കെ വേണമെങ്കിൽ ഞാൻ ഇടയ്ക്ക് പേളിമായുടെ വീഡിയോസ് കാണാറുണ്ട്. ഞാൻ ആളെ ഫോളോ ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ എല്ലാം ആളുടെ ഞാൻ കാണാറില്ല, പക്ഷേ അവിടെ ഇവിടെയൊക്കെ കാണാറുണ്ട്. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേളിമായുടെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അതൊക്കെ കണ്ടിട്ട് കുറച്ച് ഉത്ബോധനവും കുറച്ച് ലോകവിവരം വയ്ക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിത് കാണുന്നത്. കുറച്ച് ജസ്റ്റ് ഒരു ഫൺ ടൈം അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ കുക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് മടക്കി വെക്കുമ്പോഴൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് പൊതുവെ അത്. പക്ഷേ ആൾക്കാർ എന്താ പറയുക, പേളിമണി എന്തെങ്കിലും കാണിക്കുമ്പോൾ ഉടനെ അത് ഫേക്കാണ്. ഫേക്ക് ആണെന്ന് പറയാൻ കാരണം തന്നെ അവർ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ, അവർ ഇംഗ്ലീഷ് അറിയില്ല, പക്ഷേ ഏകദേശം ഇംഗ്ലീഷ് അറിയാവുന്ന പോലെ സംസാരിക്കുന്നു, ഫേക്ക് ചെയ്യുന്നു. അതൊക്കെ ഒരാൾ ഫേക്കാണെന്ന് പറയാനുള്ളൊരു സംഭവമാണെന്ന് എനിക്കറിയില്ല. ഇംഗ്ലീഷ് അറിയാവുന്ന പോലെ പറയണോ? ഇപ്പം ഞാൻ പേളിമണിയുടെ എനിക്ക് ആളെ ഇഷ്ടപ്പെടാൻ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സമയത്ത്, ഈ ചാനലല്ല, ഈസി ഇംഗ്ലീഷ് വിത്ത് വിനി എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ചാനലുണ്ട് എനിക്ക്. അപ്പോൾ അതിൽ കുറേ സെലിബ്രിറ്റീസൊക്കെ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അപ്പം എനിക്ക് കാണാമല്ലോ അവരെന്നെ ഫോളോ ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ചാനൽ ഫോളോ ചെയ്യുമ്പം നമ്മൾ ഇംഗ്ലീഷ് അറിയാത്തവരാണോ എന്നൊരു ഫീലിംഗ് ബാക്കിയുള്ളവർക്ക് വരുമല്ലോ എന്നൊരു ഫീലിംഗ് അവർക്കുണ്ടാവും. അതെന്താ പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് നല്ല പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് സെലിബ്രിറ്റീസിനെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് ആദ്യം ഇങ്ങോട്ട് പറയാം, എന്നെ ഫോളോ ചെയ്യേണ്ട, ഞാനും അങ്ങോട്ട് ഫോളോ ചെയ്യില്ല കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും. അപ്പോൾ അങ്ങനെ പറയാൻ അവർക്ക് ഒരു പ്രശ്നം, അവരുടെ ഉള്ളിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളത് നാട്ടുകാരറിയുമോ എന്നുള്ളൊരു ചെറിയൊരു കോംപ്ലക്സ്. ഞാനതിന് കുറ്റം പറയുന്നില്ല, അങ്ങനെയൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ പേളിമാണിക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം നന്നായി അറിയാവുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. എന്നിട്ടും ഇപ്പം എൻ്റെ കോണ്ടന്റിൽ എന്തെങ്കിലും എക്സ്ട്രാ പഠിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടായിരിക്കാം എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കിത് ആദ്യം എന്നെ ഫോളോ ചെയ്ത ഒരാളാട്ടോ പേളിമാണി. അപ്പം ഞാനപ്പോൾ വിചാരിച്ചു, അവർ എന്നെ ഫോളോ ചെയ്യുമ്പോൾ ആൾക്കാർ ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് വിചാരിക്കില്ലേ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ആൾക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ആൾക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് എല്ലാവർക്കും അറിയാം. ആൾ കുറച്ച് എക്സ്ട്രാ എന്തെങ്കിലും ഇംഗ്ലീഷിൻ്റെ കോണ്ടന്റ് അല്ലെങ്കിൽ ഞാൻ പറയുന്ന രീതിയോ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും എൻ്റെ കോണ്ടന്റ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആൾക്ക് അങ്ങനത്തെ ഒരു ഈഗോ ഇല്ല. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അങ്ങനെ അല്ലാത്ത ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം എന്നെ കുറേ പേര് ഫോളോ ചെയ്തിരുന്നു കേട്ടോ ഒരു സമയത്ത്. പിന്നെ അവർക്ക് ഇംഗ്ലീഷ് പിന്നെ അതിൻ്റെ ആവശ്യം വന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട്സൊക്കെ അൺഫോളോ ഒക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ അൺഫോളോ ചെയ്ത് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാവരും ഇങ്ങനെ വിചാരിക്കണോ അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കണമല്ല. അതിൻ്റെ ഇടയിലൊക്കെ വരുന്ന ഗ്രേ ലെയേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ ഈ പേളിമാണി എന്നെ ഫോളോ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ചെറിയൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ കോണ്ടന്റ് ഫോളോ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ? അത് കാരണമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കില്ലല്ലോ. അത് കാരണമല്ല. ഞാൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് അന്നേ ചെയ്യാമല്ലോ. ഞാൻ കോൺസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് റെക്കമെൻഡേഷൻ വരുന്നൊരു സംഭവം, ആൾ ഭയങ്കര ഫേക്ക് ആണെന്നുള്ള കുറേ വീഡിയോസ് വേറെ ആൾക്കാർ ചെയ്തിട്ട്, അപ്പം ഞാൻ ആ വീഡിയോസ് കണ്ടു നോക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മൊത്തത്തിൽ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. കാരണം നമ്മളെല്ലാവരും അങ്ങനെ ചിന്തിക്കാൻ ചാൻസ് ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കൊരു വീഡിയോ ചെയ്തേ പറ്റൂ. ഇത് പേളിമാണിനെ കുറിച്ചുള്ള വീഡിയോ അല്ല, പൊതുവെ ഇൻഫ്ലുവൻസേഴ്സിനെയും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും കുറിച്ച്. നമ്മുടെ ഇപ്പോൾ അത് അപ്പ് ആൻഡ് കമ്മിങ് ആയിട്ടുള്ളൊരു ഫീൽഡാണല്ലോ. കുറച്ച് കാലമായി, എന്നാലും നമ്മളൊക്കെ കുറേയും കൂടി ഇത് പഠിച്ചു വരുന്നില്ലുള്ളൂ. അപ്പം നമ്മുടെ ചിന്താഗതി കുറച്ച് നമ്മൾ റിഫൈൻ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടത്. പൊതുവെ ഈ ഇൻഫ്ലുവൻസേഴ്സ് നമ്മൾ അവരുടെ കോണ്ടന്റ് ഇടുമ്പോൾ അവർക്ക് നല്ല കാശ് ഏൺ ചെയ്യാൻ പറ്റുന്ന പൊതുവെ ആൾക്കാർക്ക് ധാരണയുണ്ട്. ഇപ്പോൾ ഇത്രയും മില്യൺസൊക്കെ വ്യൂ കിട്ടുകയാണെങ്കിൽ യൂട്യൂബിൽ അത്രയും കാശ് കിട്ടും. സ്പോൺസർഷിപ്പ് വരുമ്പോൾ ബാക്കിയുള്ള അതിൻ്റെയും കാശ് കിട്ടും. അപ്പോൾ അങ്ങനെ കുറേ കാശ് കിട്ടുന്നുണ്ട്, സത്യം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ വ്യൂ ചെയ്തിട്ടല്ലേ നിങ്ങൾക്ക് കാശ് കിട്ടുന്നൊരു ഇത്. ഇപ്പോൾ സിനിമാ നടന്മാരെയൊക്കെ ഞങ്ങൾ നിങ്ങളുടെ സിനിമ കണ്ടതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇത്രയും പോപ്പുലാരിറ്റിയും നിങ്ങളുടെ ഇത്രയും കാശൊക്കെ ഉണ്ടാക്കുന്നതെന്നുള്ള അതേ സെയിം ഒരു ചോദ്യം. ശരിക്കും അവരുടെ കോണ്ടന്റ് നല്ലതായതുകൊണ്ടല്ലേ, നമ്മൾ ഔദാര്യത്തിന് പോയി അവരുടെ കാണുന്നതല്ലോ. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോവിനോട് ഒരു സിനിമ കാണുന്നത് എനിക്ക് ഇഷ്ടമാണതുകൊണ്ടാണ്, അതിന് എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ കുറേ പേരില്ലേ കുറേ തമാശയൊക്കെ ചെയ്യുന്നത്, അവരുടെയൊക്കെ റീൽസ് നമ്മൾ കാണുന്നത് ഇത് കിട്ടിയിട്ട് അവർ ജീവിച്ചു പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണോ? അല്ലല്ലോ, എനിക്കിഷ്ടമാണ്, ഇത് ഞാൻ ഗെയിൻ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ആ വാദം അത്ര കാര്യമായിട്ടുള്ള ഒരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ നമുക്ക് പണ്ട് മുതലേ ഉള്ളൊരു പൊട്ട വിശ്വാസം എന്താണെന്നറിയോ, പൈസ ഉണ്ടാക്കണമെങ്കിൽ അത് ഗ്രീഡി ആയതുകൊണ്ടാണ്. അത് മേക്കിംഗ് മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവിൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പൈസയുടെ കാര്യത്തിൽ ഈ മൈൻഡ് സെറ്റ് പതിയെ മാറി. ഇപ്പം അത് വ്യൂസിൻ്റെ കാര്യത്തിൽ, എൻഗേജ്മെൻറ്റിൻ്റെ കാര്യത്തിലായി. പണ്ട് നമ്മൾ ദേ ആർ ഡൂയിങ് ഇറ്റ് ഫോർ മണി എന്ന് പറയുന്നത് മോശമാണെങ്കിൽ, ഇന്നത് ദേ ആർ ഡൂയിങ് ഇറ്റ് ഫോർ വ്യൂസ് എന്ന് പറയുന്നത് ഫേക്ക് ആവുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് കാണുന്നത്. ഇത് ഒരു ഓഡിയൻസിൻ്റെ ബയസാണ്. ഒരു കോണ്ടന്റിൻ്റെ ഇൻറ്റൻറ്റിനേക്കാളും അതൊരു ഓഡിയൻസിൻ്റെ ബയസാണ്. വ്യൂസ് വേണ്ടേ? സത്യം പറ, വ്യൂസ് വേണ്ടേ ഒരു കോണ്ടന്റ് ക്രിയേറ്ററിന്? അതൊരു ഇമ്മോറലായ കാര്യമാണോ?
ഈ സോഷ്യൽ മീഡിയ അൽഗോരിതം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യണേ? അവർ എൻഗേജ്മെൻറ്റ് നോക്കിയിട്ട് അല്ലേ, വ്യൂസ് നോക്കിയിട്ട് അല്ലേ. അപ്പോൾ എല്ലാ ജെന്യുവിൻ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും തിങ്ക് ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ ഒരു സംഭവം ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ തംബ്നെയിൽസ് അല്ലേ, ആൾക്കാർ എത്ര കാശ് കൊടുത്തിട്ടാണെന്ന് അറിയോ തംബ്നെയിൽസ് ഒക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ആ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, നല്ല എഡിറ്റിങ് ചെയ്തൊരു വീഡിയോ, ഇപ്പോൾ ഗോക്സ് എന്നൊക്കെ പറഞ്ഞ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് നിങ്ങൾക്ക് അറിയോ, അവരുടെയൊക്കെ വീഡിയോയുടെ എഡിറ്റിംഗ് എന്ത് രസമാണ്. അപ്പോൾ അതൊക്കെ എത്ര എഫേർട്ട് ഇട്ടിട്ട് ഉണ്ടാക്കണം. അപ്പോൾ എഡിറ്റിങ്ങിന് നമ്മൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സ്റ്റോറി ടെല്ലിങ് അല്ലേ, നമുക്ക് വെറുതെ ഒരു കാര്യം കൊണ്ട് പറഞ്ഞാൽ പോരെ, നമ്മളത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയണം. അപ്പോൾ സ്റ്റോറി ടെല്ലിങ് ഫോക്കസ് ചെയ്യണം. അങ്ങനെ ഇതെല്ലാം ചെയ്ത് നമ്മൾ വ്യൂസിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് കോണ്ടന്റ് ഉണ്ടാക്കണേ. ഒരു നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റർ ഇതൊക്കെ ചിന്തിക്കും. വ്യൂസ് ഇല്ലെങ്കിലോ അതിൻ്റെ അർത്ഥം എന്താ? ആ കോണ്ടന്റ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ. അപ്പോൾ എന്ത് പറ്റും? ആ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല അല്ലേ, അവർ ഔട്ടായി പോകും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ ദേ കെയർ അബൌട്ട് വ്യൂസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് സെയിങ് ബിസിനസ്സസ് കെയർ അബൌട്ട് കസ്റ്റമേഴ്സ്. ബിസിനസ്സസ് പിന്നെ ആരെക്കുറിച്ചാണ് കെയർ ചെയ്യേണ്ടത്? ഗവൺമെൻറ്റിനെ കുറിച്ചോ? ഞാനൊരു ബിസിനസ് നടത്തുന്ന ആളാണ്. ഞാൻ ഓൺലൈൻ ഇംഗ്ലീഷ് ഒരു ബിസിനസ് നടത്തുന്നുണ്ട്. എനിക്ക് എൻ്റെ സ്റ്റുഡൻസ് അടിപൊളിയാവണം ഇംഗ്ലീഷിൽ നിന്നുള്ള ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ചെയ്യണേ. അത് ഞാൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ ബിസിനസ് എങ്ങനെ പോകും? ഞാൻ എൻ്റെ മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ജോലി രാജിവെച്ച് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് അത് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനെ കുറിച്ച് കെയർ ചെയ്യണ്ടേ? അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറയാണ് ഒരു റൈറ്റർ, ഒരു ബുക്ക് എഴുതുന്ന ഒരാൾ, ഹി കെയർസ് അബൌട്ട് ഹിസ് റീഡേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെയാണ് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ കെയർസ് അബൌട്ട് ഹിസ് ഓർ വ്യൂസ് എന്ന് പറയുമ്പോൾ. അതിലെന്താണ് തെറ്റുള്ളത്? അതല്ലേ അയാൾ ചെയ്യേണ്ടത്, അതല്ലേ അയാളുടെ ധർമ്മം. പിന്നെ ഞാൻ ഈ യൂട്യൂബ് വീഡിയോസിൽ ഈ സോഷ്യൽ മീഡിയ ആൾക്കാരെ കുറിച്ച് ക്രിറ്റിസിസം വരുമ്പോഴാണ് ഞാനിത് ശരിക്കും ഈ ടോപ്പിക്കിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത് കേട്ടോ. പിന്നെ ഞാൻ കുറച്ചുകൂടെ ഡിഗ് ചെയ്തു ഈ വീഡിയോ ഒക്കെ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ റെഡിറ്റിലാണ് ഏറ്റവും കൂടുതൽ ഈ ക്രിറ്റിസിസം വരുന്നത്. ഈ എന്താ പറയുക, ഒരു ഗോസിപ്പിൻ്റെ ഒരു മേളയാണ് ആ റെഡിറ്റിലൊക്കെ നടക്കുന്നത്. ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒന്നില്ലെങ്കിൽ സോഷ്യൽ മീഡിയ കോണ്ടന്റ് ഇട്ടിട്ട് പച്ച പിടിക്കാത്തവരുടെ രോദനങ്ങളായിട്ടോ, അല്ലെങ്കിൽ ജെന്യുവിൻലി ഒരാളോട് ഭയങ്കര ഒരു ദേഷ്യം, ആ ദേഷ്യം അതിന് വേണ്ടിയിട്ട് അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ പൊട്ട ക്ലെയിംസും. അതൊന്നും കുഴപ്പമില്ല, ഓരോരുത്തരോട് ദേഷ്യം ഉണ്ടാവും. പക്ഷെ ഒരു മാസമായിട്ട് ഇത് ശരിയാണ് എന്ന് വിചാരിക്കുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ട് അല്ലേ. ഒരു പ്രശ്നം കോമൺ ആയിട്ട് ആൾക്കാർ പറയണത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവരെ കുട്ടികളൊക്കെ വീഡിയോയിൽ അപ്പിയർ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് കുട്ടികൾ സിനിമയിൽ വരുന്നത് പ്രോബ്ലം ഉണ്ടോ? ഇപ്പം അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രോബ്ലമാണ്, അതിൽ യാതൊരു തർക്കമില്ല. വലിയ ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് പ്രോബ്ലമാണ്, അതിനേക്കാളും പ്രോബ്ലമാണ് ചെറിയ കുഞ്ഞുങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ, പീഡനം എന്ന് വെച്ചാൽ പല രീതിയിലാവാട്ടോ, അത് എക്സ്പ്ലോയിറ്റേഷനാണ്. പക്ഷെ അവരുടെ പ്രസൻസ്, അവർ ആ വീഡിയോയിലൊന്ന് വന്നു എന്നുള്ളതുകൊണ്ട് എന്തിനാണ് നമ്മളിവിടെ ഇത്രയും ആകുലപ്പെടണേ എന്ന് എനിക്ക് മനസ്സിലാവില്ല. അപ്പം അതിൽ കുട്ടി വേണ്ട, എനിക്ക് ഈ വീഡിയോയിൽ വരണ്ട എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരാളെ കഷ്ടപ്പെട്ട് നിർബന്ധിച്ച് കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വ്യൂസ് കിട്ടുന്നിട്ട് അയാളെ ഇങ്ങനെ കുത്തിപ്പോക്കി കൊണ്ടുവരികയാണെങ്കിൽ മോശമാണ്. ഓക്കെ, അത് എക്സ്പ്ലോയിറ്റേഷനാണ്. ഇപ്പം നമ്മൾ അവരെ ഓവർ എക്സ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലേ, അവരുടെ പ്രൈവസിയും സേഫ്റ്റിയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്ട് അവർ ഓവർ എക്സ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മോശമാണ്. അവരുടെ ഇമോഷൻസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലേ, അവരുടെ ഇപ്പോൾ ചില കുട്ടികൾ കരയുന്നതൊക്കെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ അയ്യോ എന്തിനാ ഈ കുട്ടി കരയുന്നത് കണ്ടു നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ ഇമോഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടോ അവരുടെ ഭാവിയിലെ എന്തെങ്കിലും കാര്യങ്ങളോ അവരുടെ എന്താ പറയുക ചെറിയ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് നമ്മൾ കോണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മോശമാണ്. പക്ഷെ അതല്ലാണ്ട് ഒരു ഫാമിലി കോണ്ടന്റ് വരുമ്പം അവിടെ ഒരു കുട്ടി വരികയാണ്, അല്ലെങ്കിൽ കുട്ടി ഭക്ഷണം കഴിക്കുകയാണ്, കുട്ടി ഹെൽപ്പ് ചെയ്യാണ്, ഇതിനൊക്കെ എന്താണ് പ്രശ്നമുള്ളത്? അതൊക്കെ ചിലപ്പോൾ ഒരു ലൈഫിലെ ഓത്തൻറ്റിക് മൊമെൻറ്റ്സ് ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ പാരൻറ്റിങ്, നമുക്ക് പലർക്കും അറിയാത്ത പാരൻറ്റിങ് ടിപ്സ് അവരങ്ങനെ ഓരോന്നും ചെയ്യുമ്പോൾ നമ്മൾ കണ്ട് പഠിക്കാനുണ്ടാവും. അപ്പോൾ ആസ് ലോങ് ആസ് ദർ ഇസ് നോ എക്സ്പ്ലോയിറ്റേഷൻ, കുട്ടികൾ ഇറ്റ്സ് ഓക്കെ, അവർ വീഡിയോയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ അപ്പിയർ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. നമ്മളിങ്ങനെ കുട്ടികളെ കൊണ്ട് വ്യൂസ് ഉണ്ടാക്കിപ്പിക്കുന്നു. ഒന്നാമത് വ്യൂസ് ഉണ്ടാക്കുന്നത് തെറ്റല്ല, വ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ പലരും വളരെ വൾഗറായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചിട്ട് വ്യൂസ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ അത് ആരെയും പിടിച്ച് കൊല്ലാത്തതുകൊണ്ടും അതിൻ്റെ ഉപഭോക്താക്കളാണ് ശരിക്കും പ്രശ്നം. വൾഗർ കോണ്ടന്റ് ഇടുന്നതല്ലല്ലോ പ്രശ്നം. ഇതൊക്കെ കൺസ്യൂം ചെയ്യാൻ ഇവിടെ ആൾക്കാരുള്ളതുകൊണ്ടല്ലേ ശരിക്കും പ്രശ്നം വരുന്നത്. അപ്പോഴും ഞാൻ ആ കോണ്ടന്റ് ക്രിയേറ്ററിന് പ്രത്യേകിച്ചൊന്നും പറയാൻ പോകുന്നില്ല. അവരിടുന്നുണ്ടെങ്കിൽ, അവർക്കത് ഇട്ടിട്ട് കാശ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കല്ല, നമുക്കാണ്. അത് കൺസ്യൂം ചെയ്യുന്ന നമുക്കാണെന്നാണ്
ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പേളിമണിയുടെ കേസ് തന്നെ ഞാൻ എടുക്കാം. എനിക്ക് ആ ആളെ ഇങ്ങനെ കുറേ പേര് പല സ്ഥലത്തുനിന്നും ക്രിട്ടിസൈസ് ചെയ്യുന്ന ആ ഒരു സമയത്തുണ്ട്. ഞാൻ അപ്പം ആ വീഡിയോ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ്. ഞാൻ വിചാരിച്ചു ഞാൻ ആ വേവ് റൈഡ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആവും. എനിക്ക് ജെന്യൂൻ ആയിട്ട് ആളെക്കുറിച്ച് മാത്രമല്ല, കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പം ചിലർ ഈ പ്രൊമോഷനൊക്കെ ചെയ്തിട്ട് നമുക്കറിയില്ല ഇവരിപ്പോൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന സംഭവം ഭയങ്കര ഒരു പ്രോബ്ലം ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ അങ്ങനെയൊക്കെ പെട്ടുപോകുന്ന ആൾക്കാരുണ്ട്. അത് ജെന്യൂനായിട്ട് അബദ്ധങ്ങൾ ആർക്കും പറ്റും. നമുക്കൊന്ന് ക്ഷമിച്ചു കൊടുത്തൂടെ? നമുക്ക് ഇല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല. കെയർഫുൾ ആവണം. ആൾക്കാർ സ്പോൺസർഷിപ്പ് എടുക്കുമ്പോൾ വളരെ കെയർഫുൾ ആവണം. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. എന്നെ കുറേ ആൾക്കാർ സമീപിക്കാറുണ്ട് ഓരോ പ്രൊഡക്ട്സിന്. പക്ഷേ എനിക്ക് ഒന്നാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും ഓൾറെഡി പ്രൊമോഷൻ ആണ്, പെയ്ഡ് പ്രൊമോഷൻ ആണ്. പെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല, കാരണം എൻ്റെ പ്രൊമോഷൻ തന്നെയാണ്. ഞാൻ ഇംഗ്ലീഷ് കോഴ്സ് നടത്തുന്നതുകൊണ്ട് എൻ്റെ ഇംഗ്ലീഷ് കോഴ്സാണ്, അതിനുള്ള പ്രൊമോഷനാണ് എൻ്റെ വീഡിയോസ് എല്ലാം. അപ്പോൾ ഞാൻ വേറെ ആരെയും പിന്നെ പ്രൊമോട്ട് ചെയ്യാറില്ല അതിനുള്ളിൽ. പക്ഷേ ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ കുറച്ച് ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർ വരും കേട്ടോ. ഇങ്ങനൊരു സംഭവം എന്നെ ഒന്ന് പറയുമോ, ആൾക്കാരെ അറിഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് വരും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാനത് ഉപയോഗിച്ച് നോക്കും. കാരണം ഇത് റിസ്ക് ആണ്. നമ്മൾ വേറെ ആൾക്കാരോട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അത് ഞാൻ പ്രോഡക്റ്റ്സ് ഒന്നും പ്രൊമോട്ട് ചെയ്തില്ല. ഞാൻ ഒരിക്കൽ ഒരു ഇതില്ലേ മ്യൂറൽ പെയിൻറ്റിങ്, അതിൻ്റെ ഒരു ടീച്ചർ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് എൻ്റെ ഒരു ഇങ്ങനെ പെയിൻറ്റിങ് ക്ലാസ് ഉണ്ട്, അതിന് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കാശ് വാങ്ങിച്ച് ചെയ്യണില്ല, ഞാനൊരു കാര്യം ചെയ്യാം, ഇയാളുടെ കോഴ്സ് എടുക്കാം. ഞാൻ പറഞ്ഞു ഇത് കൊള്ളൂല്ലെങ്കിൽ ഞാനത് പ്രൊമോട്ട് ചെയ്യില്ല, നല്ലതാണെങ്കിൽ ഞാൻ ഒരു വാക്ക് പറയാം, ഞാൻ എടുത്തിട്ട് എൻ്റെ അനുഭവം പറയാം. അപ്പോൾ പ്രൊമോഷണൽ രീതിയിലല്ല, ഞാൻ എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാമെന്ന്. അത് ഞാൻ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ റിസൾട്ട്സ് ഷെയർ ചെയ്തു, എനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഈ അടുത്തുണ്ടല്ലോ എനിക്ക് ഒരു ഇമെയിൽ വന്നു. അന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി എൻ്റെ ഇൻസ്റ്റാഗ്രാം കണ്ട് ഫോളോ ചെയ്തിട്ട് ആ കുട്ടി ഇപ്പം ആ കോഴ്സ് എടുത്തിട്ട് കമ്മീഷൻഡായിട്ട് വർക്ക്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെന്നെ കോൺടാക്ട്. അപ്പം എനിക്ക് സന്തോഷം. അപ്പം അന്ന് ആ മ്യൂറൽ പെയിൻറ്റിങ് പഠിപ്പിക്കുന്ന ടീച്ചർക്കും കുറച്ച് കുട്ടികളെ കിട്ടിയിട്ടുണ്ടാവും ഞാൻ കാരണം. പക്ഷേ ആ ചേർന്ന കുട്ടികൾക്ക് അത് കാരണം ഉപകാരം ആയി തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ അങ്ങനെ ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാണ്ട് കുറച്ചെങ്കിലും ഉപകാരം ഉണ്ടാകുന്ന രീതിയിൽ ഞാൻ പ്രൊമോഷൻസ് ചെയ്യാറുണ്ട്. അത് പ്രൊമോഷൻ എന്ന് പറയാമല്ലോ, ഒരു സഹായം, എന്നെക്കൊണ്ടാവുന്നൊരു സഹായം അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രോഡക്ട്സ്, ഇങ്ങനെ ക്രീം, അതൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും കാര്യം നല്ലതാണ് എന്ന് എനിക്കറിയാമെങ്കിൽ ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാം ആൾക്കാരെ. ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാം, ഞാൻ നിങ്ങളുടെ സാധനം ഉപയോഗിക്കാറുണ്ട്, ഇത്ര വർഷം ഉപയോഗിക്കണം, വളരെ നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല, കാരണം നല്ല സാധനം നല്ല എന്ന് പറയുന്നതിൽ എന്താ പ്രശ്നമുള്ളത്? അപ്പോൾ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും സസ്റ്റെയിൻ ചെയ്യണം. നമ്മൾ എന്തിനാണ് ഇതൊക്കെ, നമുക്ക് ജീവിക്കണം. ഇപ്പോൾ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പറയാറുണ്ട് പഠിപ്പിക്കാൻ നന്നായിട്ട് അറിയാം, അതുകൊണ്ട് അത് ദൈവത്തിൻ്റെ ഒരു വരദാനമാണ്, അപ്പോൾ നിങ്ങൾ കാശ് വാങ്ങിച്ചത് ചെയ്യരുതെന്ന്. പിന്നെ ആരെൻ്റെ ലോൺ അടയ്ക്കും? നിങ്ങൾ വന്ന് അടച്ചു തരുമോ? അപ്പോൾ എനിക്ക് എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൂടെ നോക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കാശ് ഉണ്ടാക്കുന്നത് നല്ല കാര്യമാണ്. അതല്ലാന്നൊക്കെ പണ്ടത്തെ ഓരോരോ പഴഞ്ചൻ ചിന്താഗതികളാണ്. കാശ് ഉള്ളവന് അറിയാം കാശ് ഉണ്ടാക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, കാശില്ലാത്തവൻ കരഞ്ഞുകൊണ്ടിരിക്കും കാശ് ഉണ്ടാക്കിയിരുന്നവൻ ക്രൂരനാണെന്ന്. കാശ് വേണം, മനസ്സിലായോ? പക്ഷെ ഉണ്ടാക്കുന്ന രീതിയാണ്. പോയി കള്ളക്കടത്തും കഞ്ചാവ് കച്ചവടം ചെയ്തിട്ടല്ല കാശ് ഉണ്ടാക്കണ്ടേ. നമ്മൾ നമ്മുടെ എല്ലുമുറിയെ പണിയെടുക്കുക, റൈറ്റ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുക. അപ്പോൾ ഇപ്പം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ. നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ല, നമ്മുടെ എഡിറ്റ്സ്, നമ്മുടെ എസ്തെറ്റിക് സെൻസ്, നമ്മളെങ്ങനെ ഒരു സ്റ്റോറി ടെല്ലിംഗ് കൊണ്ടുവരുന്നു, നമ്മളെങ്ങനെ ഓരോന്നിനെ കാണുന്നു, അത് നമ്മളിങ്ങനെ അവതരിപ്പിക്കുന്നു, ഇതൊക്കെ വെച്ചിട്ടാണ് എത്ര കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇപ്പോൾ രക്ഷപ്പെട്ടു പോകുന്നത്. പലർക്കും സിനിമയിൽ അവസരം കിട്ടുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് അവന്മാർ വിളവന്മാരാ എന്ന് വിചാരിക്കുന്ന, വിളവ് എന്ന് പറയുന്നത് മോശം കാര്യമല്ല. നമുക്ക് അതിനുള്ള കഴിവ് വേണം, ഇവിടെ ജീവിക്കാനുള്ള പ്രാപ്തി വേണം. അപ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ കോണ്ടന്റ് ഉണ്ടാക്കി. ഇപ്പോൾ ആൾക്കാർ ചളി പറയുക, ആരാണ് കടിച്ചത് ചളി പറഞ്ഞിട്ട്? ആർക്കും കടിയൊന്നും കിട്ടിയിട്ടില്ലല്ലോ. കുറച്ച് നേരം ചിരിക്കാനുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ ദൈവമേ എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. അതിലൊക്കെ എന്തിനാണ് നമ്മൾ ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആവണേ? നമ്മൾ ഇതൊക്കെ മോശമാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു നെറേറ്റീവ് ഇങ്ങനെ വരും. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഈ പഴയകാലത്തെ ചിന്താഗതി വെച്ചിട്ട് നമ്മളും അങ്ങനെ ബിലീവ് ചെയ്യാൻ തുടങ്ങും. ഇതൊക്കെ വളരെ മോശമാണ്, വ്യൂസിന് വേണ്ടി കണ്ടില്ലേ കാണിക്കുന്നത്, ചളി പറയുന്നു, വ്യൂസിന് വേണ്ടി ചളി പറയുന്നു, എവിടെയും കണ്ടിട്ടുണ്ട് ഇത്തരക്കാരെ അല്ലേ. ഇത് അങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, വ്യൂസിന് വേണ്ടി ചളി പറയുന്നു. ഇതാണോ തൂക്കിക്കൊല്ലേണ്ട കുറ്റം? ഇതുകൊണ്ടാണോ ഒരാൾ ഫേക്ക് ആവണേ? അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നൽകുമ്പോൾ ഇടയിൽ കയറുന്നു, മരണശിക്ഷ അങ്ങനെ വിധിക്കാം, ഇനിയൊന്നും ഇതിൽ കുറവൊന്നും വേണ്ട. ഞാൻ പറയണത് ആൾക്കാർ, ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും പതിവ്രതകളും മറ്റതും പരിശുദ്ധന്മാരുമാണെന്നല്ല, എല്ലാത്തിലും പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. പക്ഷെ കുറച്ച് പേര് പ്രശ്നമെന്ന് വെച്ചിട്ട്
മിക്കതും അങ്ങനെയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പിന്നെ എടുത്ത് നോക്കുക, എന്തെങ്കിലും ഒരു അബദ്ധമൊക്കെ ഒരാൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അയാളെ കൊല്ലാതെ അങ്ങോട്ട് വിടാൻ പറ്റുമെങ്കിൽ, ഒരു അബദ്ധമൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് വിടുക. സ്ഥിരമായി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലേ, ഈ സോഷ്യൽ മീഡിയ വഴി ഓരോ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ട് സാധനം കിട്ടാത്ത ആൾക്കാരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരൊന്നും വിടണ്ട, അങ്ങനെയൊന്നും ചെയ്യണ്ട. അങ്ങനെ എല്ലാവരെയും പറ്റിക്കുന്ന മനുഷ്യന്മാരൊക്കെ നമ്മൾ നന്നായിട്ട് അവർക്കെതിരെ സംസാരിക്കണം. പക്ഷേ ഈ എന്തിനെക്കുറിച്ചാണ്, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ ക്രൂശിക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മളിന്ന് ചിന്തിക്കണം. കാരണം അതിന് ഒരു കാരണമുണ്ട്. കാരണം ഇവരും മനുഷ്യന്മാരാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ആ സ്ഥാനത്തായിട്ട് നമ്മളിങ്ങനെ കുറേ ആൾക്കാരുടെ ഈ ചീത്ത വാക്കുകളും കുറ്റപ്പെടുത്തലും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യനാകുമ്പോൾ നമുക്കൊരു 4 ആൾക്കാർ നമ്മളെ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയേ, നമുക്കൊരു ബുദ്ധിമുട്ട്. അപ്പോൾ കുറേ ആൾക്കാർ പറയുമ്പോൾ ഒരു മനുഷ്യന്മാരല്ലേ, അപ്പോൾ നമ്മൾ കുറച്ച് കൂടി പോകുന്നില്ലേ നമ്മളിങ്ങനെ പറയണത് എന്നുള്ളത് നമ്മളൊന്ന് സ്വയം ഒന്ന് ചിന്തിച്ചാൽ ആയിക്കോട്ടെ. അതിനിപ്പോൾ ആരും ഇവിടെ വേദനിച്ചിട്ടില്ലല്ലോ. അവരൊരു ചളി പറയണു, എന്താണ് അതിനുള്ളത്? അവരൊരാളോട് എടാന്ന് പറഞ്ഞു, അതിനോട് എന്താ പ്രശ്നം? ഇതൊക്കെയാണോ ഈ ലോകത്തെ കുലുക്കി മറിക്കുന്ന പ്രശ്നങ്ങൾ? ഇത് പറയുമ്പോൾ എനിക്കറിയാം എന്നോട് ഭയങ്കര ഹേറ്റ് തോന്നുന്നുണ്ടാവും. പക്ഷേ ഒന്ന് ജെന്യുവനായിട്ട് ചിന്തിച്ചാൽ നമ്മളൊരു എന്താ പറയുക, ഏതോ 1960s പോലും ആൾക്കാർക്ക് ഇല്ലാത്തൊരു പഴഞ്ചൻ ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരികയാണ്. നമ്മൾ കുറച്ചുകൂടെ മോഡേൺ ആവും. നമ്മൾ കുറച്ചുകൂടെ മോഡേണായി ചിന്തിക്കുന്ന ആൾക്കാരെന്ന് നമ്മൾ കരുതുന്ന ആൾക്കാരാണല്ലോ അല്ലേ. അപ്പം നമ്മളതിന് ചിന്താഗതി അതനുസരിച്ച് മാറ്റണം. എന്ന് വെച്ചാൽ ഇടയ്ക്ക് നമ്മൾ ഈ മാസ് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറേ പേര് ഒരാളെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കും എതിർക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ യൂസ് അവർ ബ്രെയിൻസ്. നോട്ട് ഓൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആർ ഡിസോണസ്റ്റ്. പുഴുക്കുത്തുകൾ ഉണ്ടാവും. അവർക്കെതിരെ നടപടികളോ നിയമ നടപടികളോ അല്ലെങ്കിൽ ആൾക്കാർ അവരെ എക്സ്പോസ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ഓവർ ജനറലൈസ് ചെയ്യാൻ നമുക്കൊരു ടെൻഡൻസി ഉണ്ട്. എസ്പെഷ്യലി നെഗറ്റിവിറ്റി നമുക്ക് ഓവർ ജനറലൈസ് ചെയ്യാൻ ഭയങ്കര ഒരു ടെൻഡൻസി ഉണ്ട്. പിന്നെ വ്യൂസ് കിട്ടുന്നത്, നേടാൻ ആഗ്രഹിക്കുന്നത് ഒരു തെറ്റല്ല, ഒരു രീതിയിലും മോശമായൊരു കാര്യമല്ല. അങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് മുമ്പ് അയാൾ എടുക്കുന്ന എഫേർട്ട്, അയാളുടെ ക്രിയേറ്റിവിറ്റി, ആ ഓത്തൻറ്റിക് അല്ലെങ്കിൽ ജെന്യുവിൻ കോണ്ടന്റ്, ഇതൊക്കെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ഇയാൾ ഇത്രയും ക്രിറ്റിസിസം ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്ന് വേറെ ആരോടും കൂടെ ഇരുന്ന് ആലോചിക്കട്ടെ. സ്വയം ഒന്ന് ചിന്തിക്കുക. കൂടെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ബയാസ്ഡ് ആവും. ഒറ്റയ്ക്കൊന്ന് ചിന്തിച്ചിട്ട് ഇതൊന്നും വേണമെങ്കിൽ കണ്ടാൽ പോരെ, നമ്മുടെ കയ്യിലുണ്ടല്ലോ സ്ക്രോൾ ചെയ്യേണ്ട ഈ പെരുവിരൽ. ഇത്രമാത്രമൊക്കെ ക്രിറ്റിസിസം ഈ മനുഷ്യന്മാരെന്ന നിലയിൽ ഇവർ ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ശ്രമിച്ചത് എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും നല്ലവരാണെന്നല്ല. ഇവരൊക്കെ സൊസൈറ്റിയുടെ പാർട്ടാണ്. എല്ലാതരം ആൾക്കാരും എല്ലാത്തിലും ഉണ്ടാവും. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസ്, എഡ്യൂക്കേഷൻ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ക്യൂറേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോണ്ടന്റ് ആണ്. അപ്പോൾ ചിലപ്പോൾ എൻ്റർടൈൻമെൻറ്റ് വരുമ്പോൾ അത് സ്റ്റേജ്ഡ് കോണ്ടന്റ് ഉണ്ടാവാം. അത് നമ്മൾ അവെയർ ആവുക. അത് അവരെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ ജീവിതം ഞാൻ ഇങ്ങനെയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ഇടുന്നത് നമുക്ക് അപ്പീലിംഗ് ആയുള്ള രീതിയിൽ കുറച്ച് സംഭവങ്ങൾ ഇടുന്നതാണ്. പിന്നെ പിള്ളേർ അവിടെ കൂടെ വന്നു ഓടി എന്നുള്ളതിന് നമുക്ക് അറിയേണ്ട കാര്യമില്ല. വ്യൂസ് നല്ലതാണ്, ചെളി നല്ലതാണെന്ന് പറയുന്ന മാതിരി ചളിയും നല്ലതാണ്, വ്യൂസ് നല്ലതാണ്. ഇതൊന്നും താല്പര്യമില്ലാത്തവർക്ക് സ്ക്രോൾ ചെയ്യാൻ ഒരു നിയമപരമായ തടസ്സങ്ങളും ഇല്ല അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. എനിക്കറിയില്ല, കുറച്ച് പേർക്കെങ്കിലും എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും. എതിരഭിപ്രായങ്ങൾ ഉണ്ടാവണം, കാരണം ഞാൻ പറയുന്ന എല്ലാം ശരിയാവണമെന്നൊന്നുമില്ലല്ലോ. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെൻറ്റിൽ എഴുതി അറിയിക്കുമ്പോൾ മാന്യത പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ കോമെൻ്റ് ഒന്നും അവിടെ കാണില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.